നീ ഞാൻ കപ്പ ബിരിയാണി കഴിക്കാൻ പോവാ. നീ വാ. നിനക്ക് വീഡിയോ എടുത്തിട്ടോ വീഡിയോ. ഞങ്ങൾക്ക് ഇവിടെ ലഞ്ച് ടൈം ആട്ടോ. അപ്പോൾ ഇവരെല്ലാം ഫുഡ് കഴിക്കാനുള്ള തിരക്കില്ല. എന്തായാലും നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ വീഡിയോ കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് നോർമലി വരുന്ന കോട്ടൺ സെറ്റ് എപ്പോഴും ഇപ്പോൾ വരുന്നതെന്ന് പറയുന്നത് കോട്ടൺ ദുപ്പട്ട. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ക്രഷ് ദുപ്പട്ടാസ്. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. 1790 ആണ് പ്രൈസ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് ബാട്ടിക് സ്റ്റൈൽ ചെയ്തിട്ടുള്ള പ്രിൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ നിങ്ങളൊന്ന് ഡീറ്റെയിലിംഗ് നോക്കിയോ. ഇതുപോലെ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക ഒരു ഡൈയിങ് ഷെയ്ഡിൽ മീൻസ് ഒരു ഫുൾ ഓഫ് ഡൈയിങ് എഫക്റ്റ് വരുന്നത്. അതിലേക്ക് ബാട്ടിക് പ്രിൻറ്റ് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇതിനകത്ത് ദുപ്പട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്. പിന്നെ ഈ ഒരു ദുപ്പട്ടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്രഷ് ദുപ്പട്ടയാസ് ആട്ടോ. അതായത് നമുക്കില്ല പ്യോർ ജോർജറ്റ് വിസ്കോസ് ഒക്കെ വരുമ്പോൾ അത്രയും ക്രഷ് മീൻസ് അത്രയും ഷ്രിങ്ക് ചെയ്തിരിക്കത്തില്ല. അതുപോലത്തെ ഒരു ടൈപ്പ് ദുപ്പട്ട. അപ്പോൾ നമുക്കില്ല മളിനകത്തൊക്കെ വരുന്നത് പോലെ അത്രയും നല്ല വിട്ടും ലെങ്തും ഒന്നും വരുന്നില്ല. കുറച്ച് ചെറിയ രീതിയിലായിരിക്കും നമുക്കിതിൻ്റെ, അതായത് ലെങ്തും വിട്ടും ഒക്കെ നല്ല കുറവായിരിക്കും നമുക്ക് ഈ ദുപ്പട്ടയ്ക്ക്. നല്ല കുറവെന്ന് വെച്ചാൽ നമുക്ക് വൺ സൈഡിൽ ഇടാനുണ്ട്, പക്ഷെ നമുക്ക് ഒരുപാട് അങ്ങ് വിട്ടും ലെങ്തും ഒന്നും നമുക്കിതിനകത്ത് വരുന്നില്ല കേട്ടോ. കുറച്ചൊരു എന്താ പറയുക ചെറിയ രീതിയിലായിരിക്കും നമുക്കിൻ്റെ ദുപ്പട്ട വരുന്നത്. പിന്നെ ഇതിലേക്ക് ഇത് കണ്ടോ, നമ്മുടെ ആ ഒരു യോക്കിൽ ഇതുപോലെ ഹാൻഡ് വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. ത്രെഡും സീക്വൻസും ഒക്കെ വെച്ചിട്ട് ഈ ഒരു യോക്ക് പോർഷൻ നമ്മൾ ചെറിയൊരു ഹാൻഡ് ഹൈലൈറ്റ് കൊടുത്തിട്ട് താഴേക്ക് ഫുള്ളി ഒരു ആസിഡ് വാഷ് ടൈപ്പിലൊരു പ്രിൻറ്റും പിന്നെ ബാട്ടിക് പ്രിൻറ്റും ഹെം ലൈനിലും പ്രിൻറ്റ് കൊടുത്തിട്ട്. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്കാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ബോട്ടം കണ്ടോ, അതേണ്ട ഈ ഒരു ടൈപ്പ് ഓഫ് ബോട്ടമാണ്. അപ്പോൾ നമുക്ക് ബോട്ടം വേണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് പാറ്റേൺ ചെയ്തൊക്കെ സ്റ്റിച്ച് ചെയ്യാം. അതല്ല ഈ ഒരു സ്റ്റൈലിൽ തന്നെ ഇട്ടാലും നല്ലതാട്ടോ. കാരണം ഇപ്പോഴത്തെ പ്രിൻറ്റഡ് ടോപ്പും പ്രിൻറ്റഡ് ബോട്ടം കോട്ട് സെറ്റ് സ്റ്റൈലിലൊക്കെ നല്ല ട്രെൻഡിങ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് 1007 ആണ്. ഇനി നമുക്ക് അതർ ഷെയ്ഡ്സ് കൂടി കാണാം. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ആട്ടോ. ഇതുപോലെ ഫുൾ ഓഫ് ബാട്ടിക്കും താഴെ ഒരു ഹെം ലൈൻ വരുന്നുണ്ട്. പിന്നെ ദുപ്പട്ട ആണെങ്കിൽ ഇത് ദുപ്പട്ട കണ്ടോ, ഒരുപാട് നമുക്ക് ലെങ്ത് ഒന്നും മീൻസ് ഭയങ്കര ലെങ്തും വിട്ടൊന്നും വരുന്നില്ല. ഈ ഒരു ക്രഷ് ഫോമിലാണ് വരുന്നത്. ടാസിൽസ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബോർഡേഴ്സ്, അതായത് ബാട്ടിക് ബോർഡേഴ്സ് കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബോട്ടവും ഇതുപോലെ തന്നെ വരുന്നുണ്ട്. 1790 ആണ്. ഈ ഒരു ദുപ്പട്ടയുടെ ഹെം ലൈനൊക്കെ നോക്കിക്കോട്ടോ. ഇതുപോലെ നല്ലൊരു ബാട്ടിക് സ്റ്റൈലിങ് കൊടുത്തിട്ട് ദുപ്പട്ട ഹെം ലൈനൊക്കെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. 1770 ആണ്. ഇനി അടുത്ത ഷെയ്ഡ് കാണാം. അടുത്ത ഷെയ്ഡും നല്ലൊരു ലൈറ്റ് പിങ്ക് ആട്ടോ. നല്ല കുറച്ചൊരു എന്താ പറയുക ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് എന്നൊക്കെ പറയാം. അതുപോലത്തെ ഒരു ലൈറ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡ് ഇതുപോലെ ദുപ്പട്ടയൊക്കെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ബോട്ടം. അടുത്ത ഷെയ്ഡ് വരുന്നത് ഇൻഡിഗോ ബ്ലൂ ആട്ടോ. ഇൻഡിഗോ ബ്ലൂ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഈ ഒരു കോമ്പിനേഷൻ മീൻസ് ഈ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡ്സിന് എപ്പോഴും നല്ല ഡിമാൻഡുള്ളൊരു ടൈപ്പ് ഷെയ്ഡാട്ടോ. ഇതുപോലെ ദുപ്പട്ടയൊക്കെ കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റൈലിൽ ബോട്ടം വരും. 1770 ആണ് പ്രൈസ് വരുന്നത്. ഇനി ഒരു ഷെയ്ഡും കൂടി കാണാം. വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആട്ടോ. ഗ്രേന്നോ ബ്രൗൺ എന്നൊക്കെ പറയാം. ഈ ഒരു പ്രിൻ്റ് ആട്ടോ നല്ലൊരു ഭംഗി വരുന്നത്. അതായത് ഒരു ഫുൾ ഡൈയിങ് ചെയ്തിട്ടുള്ള സ്റ്റൈലിലൊരു പ്രിൻ്റാണ്. ഇതുപോലെ ദുപ്പട്ട വരുന്നുണ്ട്. ദുപ്പട്ട കണ്ടോ, ഒരുപാട് ഭയങ്കര വിട്ടൊന്നും അല്ല കേട്ടോ. ഭയങ്കര ക്രഷ് ഫാബ്രിക്കാണ്. നമുക്ക് ഇത് നമ്മുടെ വാഷ് കെയർ നോക്കണം. കാരണം ഷ്രിങ്കേജ് ഉണ്ടാകുന്ന ടൈപ്പ് ഫാബ്രിക്കാണ് നമ്മൾ ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. കാരണം മുന്നേയൊക്കെ നമുക്ക് ഇതിൻ്റെ പ്രിൻറ്റഡ് സ്റ്റൈലൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഭയങ്കര പ്യുവറായിട്ട് വരുന്ന ഫാബ്രിക്കിലാണ് നമ്മൾ ഈ ദുപ്പട്ട ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് കെയർ ചെയ്യണം. ടോപ്പും ബോട്ടം വരാനാണെങ്കിൽ പ്യുവർ കോട്ടൺ ഫാബ്രിക് കേട്ടോ. ഇതുപോലെ ബോട്ടം പീസും വരുന്നുണ്ട്. സോ നമുക്ക് ഇതുപോലെ സ്റ്റൈൽ ചെയ്ത് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. അതല്ല നമുക്ക് ഇത് വേണമെങ്കിൽ ടോപ്പായിട്ട് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ ഒരു ഡിസൈനർ സ്റ്റൈലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. 1770 ആണ് പ്രൈസ് വരുന്നത്. സോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതല്ല നമ്മുടെ സ്റ്റോർ ഡയറക്റ്റ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക്